ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇപ്പം നമുക്ക് പലവിധ റീസൺ കാരണം നമുക്ക് നമ്മളുടെ എഞ്ചിനീയറിംഗ് പഠനം ഇനി ഭാവിയിൽ എങ്ങനെ നമ്മൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫാമിലിയിൽ അതിനുള്ള ഒരു കേപ്പബിലിറ്റി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, എസ്പെഷ്യലി ഫാമിലി നമ്മുടെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺസ് ഒന്നും എടുക്കാണ്ട്, റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നും ബോറോ ചെയ്യാണ്ട് ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് സീമെൻസ് സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ 12th കഴിഞ്ഞിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസുകളിൽ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. അതുപോലെ തന്നെ ഇതിന് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് സ്പെഷ്യലി ഒരു ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, ഡോണ്ട് വെറി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് എടുക്കുക, അതിൽ സീമെൻസ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ് സീമെൻസ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-year ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്നത് തൊട്ട് ആ കുട്ടി 4th ഇയറിൽ പാസ് ഔട്ട് ആവുന്നത് വരെ ആ കുട്ടിയുടെ കംപ്ലീറ്റ് ചെലവും നമ്മുടെ സീമെൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, സീമെൻസ് ആക്ച്വലി ഒരു ബിഗ് MNC ആണ്. അപ്പം ആ MNC ആണ് കാര്യങ്ങൾ നോക്കുന്നത്. മാത്രമല്ല ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് മാത്രമല്ല, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റും കൂടിയാണ് അവർ എയിം ചെയ്യുന്നത്. ഓക്കെ, ഈ 4 വർഷം കൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം 2013 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1635 സ്റ്റുഡൻസ് ഇതിന്റെ റെസിപ്പിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് ഇയർ തൊട്ട് 4th ഇയർ വരെയുള്ള കംപ്ലീറ്റ് ചെലവും സീമെൻസ് MNC എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി ഇതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിലായിരിക്കണം പഠിക്കുന്നത്. മാത്രമല്ല IIT-കളിലെ സ്റ്റുഡൻസിന് ഇത് അല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഈ ഡിവിഷൻസിലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻസ്ട്രുമെന്റേഷൻ, ഈ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് നമ്മൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 20 വയസ്സിന് മുകളിലാവാൻ പാടില്ല. 20 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ നിങ്ങൾ 10th 60% അഗ്രിഗേറ്റ് മാർക്ക് മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എക്സാംസിൽ മൊത്തത്തിൽ 50% അഗ്രിഗേറ്റ് വേണം മിനിമം. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇതിൽ നിങ്ങൾക്ക് 60% മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. അതായത് നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 2 lakhs-ന് താഴെ ആയിരിക്കണം. ഓക്കെ, അതിനും എബവ് പോകാൻ പാടില്ല. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഈ സീമെൻസ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ബോയ്സിനും ഗേൾസിനും. ചില സ്കോളർഷിപ്പ് ഒക്കെ ഗേൾസിനായിരിക്കും കുറച്ചും കൂടി റിസർവ്ഡ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഇത് അങ്ങനെയല്ല, 50% ഗേൾസിനും 50% ബോയ്സിനുമാണ്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ഡെഡ് ലൈൻ ആയിട്ടൊരു ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ അഡ്മിഷനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജസിൽ എടുത്തു കഴിയുമ്പോൾ
കഴിയുമ്പോൾ കുറച്ച് ദിവസം കൂടിയാണ് ഇത് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എത്രയും എളുപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അത്രയും എളുപ്പം ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാ ക്രൈറ്റീരിയാസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത് ഫൈനൽ ഇയർ കഴിയുന്നത് വരെയുള്ള കംപ്ലീറ്റ് ചെലവും അത് സീമെൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഒരു കാര്യം അറിയേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഫാമിലീനെ ബുദ്ധിമുട്ടിയാക്കണ്ട, നമ്മുടെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് മണി ലെൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാലോചിക്കുക. റിയംബേഴ്സ്മെൻറ്റ് ഓഫ് ട്യൂഷൻ ഫീ ആണ് കംപ്ലീറ്റ്ലി 100% ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ചിലവിന് വേണ്ടി, അതായത് ബുക്സ്, സ്റ്റേഷനറി, ഹോസ്റ്റൽ ഫീ, അഡീഷണൽ ക്ലാസ്സസ്, ഇതിനുള്ള ചിലവുകളൊക്കെ നമുക്ക് അവരുടെ സ്കോളർഷിപ്പിലൂടെ കിട്ടും. അപ്പോൾ ഇതിലും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഇവർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഇതിന് രണ്ടിനും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമാണ് സീമെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് സീമെൻസിലും ഇന്റേൺഷിപ്പിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സീമെൻസിൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിലൂടെ ബാക്കിയുള്ള MNCസിലേക്ക് പോകാനും ഒക്കെ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ സീമെൻസ് സ്കോളർഷിപ്പിനെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് വേറൊന്നുമല്ല, ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റുകൾ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം ചെലവിൽ അല്ലെങ്കിലും, അതായത് നമ്മൾ സ്കോളർഷിപ്പിലൂടെ നമ്മുടെ മെറിറ്റിനനുസരിച്ച് കിട്ടുന്ന ഈ സ്കോളർഷിപ്പിലൂടെ നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും എളുപ്പം ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് ഈ അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 5 സ്റ്റെപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ കോളേജ് ഏത് കോളേജിലാണ് പഠിക്കുന്നത്, അതുപോലെ അതിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ ഒക്കെ എൻട്രി ചെയ്യണം. അതുപോലെ 12ലെയും 10ലെയും മാർക്കുകൾ എൻട്രി ചെയ്യാനുണ്ട്. അത്രയും എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോം ഫില്ലിംഗ് അവസാനിക്കും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഫോളോയിങ് അപ്പ് മെയിൽസ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രയും എളുപ്പം ഇതിന് അപ്ലൈ ചെയ്യുക, സ്കോളർഷിപ്പ് അവൈൽ ആക്കുക. ഓക്കെ.